നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 77.97. വാണിയമ്പാറയിൽ ആംബുലൻസിൽ MDMA കടത്താൻ ശ്രമം, 2 പേർ പോലീസ് പിടിയിൽ. പുതുക്കാട് മണ്ഡലം മഴക്കാല മുന്നൊരുക്ക അവലോകന യോഗം നടത്തി. അപകട സാധ്യതകൾ ഒഴിവാക്കാൻ നിർദ്ദേശം. നന്ദിക്കര സെന്റ് മേരീസ് പള്ളിയിൽ നവദേവാലയ കൂദാശയും പ്രതിഷ്ഠയും നടത്തി. കൊടകര മർച്ചന്റ്സ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. മഴക്കാലത്തിന് മുന്നോടിയായി ശുചീകരണ പ്രവർത്തനങ്ങളുമായി വരന്തരപ്പള്ളി പഞ്ചായത്ത് 20-ാം വാർഡ്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 77.97 ആണ് വിജയശതമാനം. വിജയശതമാനത്തിൽ മുൻ വർഷത്തേതിൽ നിന്ന് നേരിയ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. 0.16% കൂടുതൽ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 72.49% വിജയം. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണിത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1990 സ്കൂളുകളിൽ 3,72,423 പേർ പരീക്ഷ എഴുതി. ഇതിൽ 2,09,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 68.41% ആൺകുട്ടികളാണ് പരീക്ഷ എഴുതിയത്. 86.89% പെൺകുട്ടികളും പരീക്ഷ എഴുതി. സയൻസ് ഗ്രൂപ്പ് 84.5%, ഹ്യൂമാനിറ്റീസ് 66.38%, കൊമേഴ്സ് 74.74% എന്നിവയാണ് വിജയശതമാനം. സർക്കാർ സ്കൂളുകൾ വിജയശതമാനം 72.66 ആണ്. എയ്ഡഡ് സ്കൂളുകളുടെ വിജയശതമാനം 82.82%. 78.18% അൺഎയ്ഡഡ് സ്കൂളുകളുടെ വിജയം. 85.67% സ്പെഷ്യൽ സ്കൂൾ വിജയം. 30,561 വിദ്യാർത്ഥികൾ ഫുൾ A+ നേടി. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണിത്. ടെക്നിക്കൽ ഫലം 72.82%. 50 പേർക്ക് ഫുൾ A+ ലഭിച്ചു. വിജയശതമാനം കൂടുതൽ ഇടുക്കി ജില്ലയിലാണ്. 84.64%. ഏറ്റവും കുറവ് വിജയശതമാനം കാസർഗോഡ് ജില്ലയിലാണ്. 71.72%. 76 സ്കൂളുകൾ 100% വിജയം നേടി. ഇതിൽ 9 സർക്കാർ സ്കൂളുകളുണ്ട്. മലപ്പുറത്താണ് കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയത്. 60 പേർക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചു. ഇതിൽ 50 പെൺകുട്ടികളും 10 ആൺകുട്ടികളുമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം 41 പേരായിരുന്നു മുഴുവൻ മാർക്ക് നേടിയത്. ഏറ്റവും കൂടുതൽ A+ നേടിയത് മലപ്പുറം ജില്ലയിലാണ്. ജൂൺ 29 മുതൽ ജൂലൈ 3 വരെയാണ് ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടക്കുകയെന്ന് മന്ത്രി അറിയിച്ചു. വാണിയമ്പാറയിൽ ആംബുലൻസിൽ MDMA കടത്താൻ ശ്രമിച്ച 2 പേർ പോലീസ് പിടിയിൽ. അഞ്ചേരി സ്വദേശികളായ ഫെയ്ത്ത, സന്ദീപ് എന്നിവരാണ് തൃശൂർ സിറ്റി പോലീസിന്റെ ലഹരി വിരുദ്ധ സേന അറസ്റ്റ് ചെയ്തത്. തൃശൂർ ഡിസ്ട്രിക്ട് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സും ഹൈവേ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ബാംഗ്ലൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരികയായിരുന്ന 250 ഗ്രാം MDMA ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. പാലക്കാട് തൃശൂർ അതിർത്തിയായ വാണിയമ്പാറയിൽ വെച്ചാണ് സിഗ്നൽ ലൈറ്റുകൾ തെളിച്ച് അതിവേഗത്തിൽ വന്ന ആംബുലൻസ് പോലീസ് തടഞ്ഞത്. ആംബുലൻസ് കേന്ദ്രീകരിച്ച് വൻതോതിൽ ലഹരി മരുന്ന് കടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പോലീസിനെ കണ്ട് പ്രതികൾ പരിഭ്രാന്തരായതോടെ സംശയം തോന്നി ലഹരി എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചെങ്കിലും ഇവർ മറുപടി നൽകാൻ തയ്യാറായില്ല. തുടർന്ന് ആംബുലൻസിനുള്ളിൽ പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ആംബുലൻസിലെ ബീക്കൺ ലൈറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ മാരക ലഹരി മരുന്ന് കണ്ടെത്തിയത്. തൃശൂരിലെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്യാനാണ് ഇത് എത്തിച്ചതെന്നാണ് പ്രാഥമിക വിവരം. കൂടുതൽ വിവരങ്ങൾക്കായി അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. പുതുക്കാട് മണ്ഡലം മഴക്കാല മുന്നൊരുക്ക അവലോകന യോഗം നടത്തി. KK രാമചന്ദ്രൻ MLA യോഗത്തിന് നേതൃത്വം നൽകി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ്, നന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT വിജയലക്ഷ്മി, തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞമ്പിള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KC ജിനീഷ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, സ്കൂൾ അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു.
ഗ്രാമപഞ്ചായത്തുകൾ നടത്തിയ മുന്നൊരുക്ക പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് യോഗത്തിൽ വിലയിരുത്തൽ നടത്തി. അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും തുടങ്ങിയ വിഷയങ്ങളിൽ അവലോകനം നടത്തി. മഴക്കാലത്തിന് മുന്നോടിയായി ശുചീകരണ പ്രവർത്തനങ്ങളുമായി വരന്തരപ്പള്ളി പഞ്ചായത്ത് 20-ാം വാർഡ്. പഞ്ചായത്ത് അംഗം സാന്റോ നന്ദിപുലത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ യുവാക്കളുടെ സഹായത്തോടെയാണ് വാർഡിലെ പ്രധാന റോഡുകളും കാടുമൂടിക്കിടന്ന വഴികളും വൃത്തിയാക്കിയത്. വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകട ഭീഷണിയായി നിന്ന മരച്ചില്ലകളും സംഘം വെട്ടിമാറ്റി. വാർഡിലെ ചില റോഡുകളെല്ലാം കാടുമൂടിയും മരച്ചില്ലകൾ പടർന്നു പന്തലിച്ചും കിടക്കുകയായിരുന്നു. ഇത് കാൽനടയാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും വലിയ രീതിയിൽ അപകട ഭീഷണി ഉയർത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ യുവാക്കൾ ഒത്തുകൂടിയത്. ജനപ്രതിനിധിയും നാട്ടിലെ യുവാക്കളും കൈകോർത്തപ്പോൾ നാടിന് ഉപകാരപ്രദമായ വലിയൊരു പ്രവർത്തനമാണ് ഇവിടെ യാഥാർത്ഥ്യമായത്. നന്ദിക്കര സെന്റ് മേരീസ് പള്ളിയിൽ നവദേവാലയ കൂദാശയും പ്രതിഷ്ഠയും വൈദിക മന്ദിരത്തിന്റെ വെഞ്ചിരിപ്പും നടത്തി. ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ മാർപ്പൊള്ളി കണ്ണുകാടൻ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ വിൽസൺ പെരേപ്പാടൻ, കൈക്കാരന്മാരായ വർഗീസ് ദേവസിക്കുട്ടി പാണാട്ടുപറമ്പിൽ, ജോൺ ലോനപ്പൻ പാണാട്ടുപറമ്പിൽ, വിൽസൺ ജോൺ തൊടുവയിൽ, ജനറൽ കൺവീനർ ജെൻസൺ പാണാട്ടുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. മെയ് 29, 30, 31 തീയതികളിലായി പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളും ആഘോഷിക്കും. 28-ന് ഇടവക ദിനം ആഘോഷിക്കും. അന്നേ ദിവസം രാവിലെ 11:30 സമർപ്പിത സംഗമം, വൈകിട്ട് 5:30 വിശുദ്ധ കുർബാന, 6:30 സംയുക്ത വാർഷികം, 29 വൈകിട്ട് 5:30 തിരുനാൾ കൊടിയേറ്റം, തുടർന്ന് വിശുദ്ധ കുർബാന, 30 രാവിലെ 6:30 വിശുദ്ധ കുർബാന, കൂടു തുറയ്ക്കൽ, അമ്പ് വെഞ്ചിരിപ്പ്, വൈകിട്ട് 10:30 അമ്പ് പ്രദക്ഷിണ സമാപനം. തിരുനാൾ ദിനമായ 31 രാവിലെ 10:15 നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ഷാജി തെക്കേക്കര കാർമ്മികനാകും. ഫാദർ ജോജി കല്ലിങ്ങൽ സന്ദേശം നൽകും. വൈകിട്ട് 4:30 തിരുനാൾ പ്രദക്ഷിണം നടക്കും. ജൂൺ 1 പൂർവികരുടെ ഓർമ്മദിനം ആചരിക്കും. രാവിലെ 6:30 പൂർവികർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. കൊടകര മർച്ചന്റ്സ് അസോസിയേഷന്റെ 50ാമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ജില്ലാ ട്രഷറർ ജോയിൻ മുത്തേടൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷാജി കാളിയങ്കര അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം ഭാരവാഹികളായ PV ഫ്രാൻസിസ്, C വിനോദ്, ഡോക്ടർ നിക്സൺ കുരുവിള, ബാബു ജോർജ്, ജോഷി നെടുമ്പാക്കാരൻ, KM രാമചന്ദ്രൻ, സിൻഡോ ദേവസി, ഷിജു ചോനേടൻ എന്നിവർ പ്രസംഗിച്ചു. SSLC, +2 പരീക്ഷകളിലും പ്രൊഫഷണൽ കോഴ്സുകളിലും ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. പുതിയ ഭാരവാഹികളായി ഷാജി കാളിയങ്കര പ്രസിഡന്റ്, ബാബു ജോർജ് ജനറൽ സെക്രട്ടറി, ജോഷി നെടുമ്പാക്കാരൻ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷനിൽ ലിഫ്റ്റ് സൗകര്യമില്ലാത്തതുമൂലം പ്രായമായവരും ഭിന്നശേഷിക്കാരും ദുരിതത്തിലെന്ന് പരാതി. വർഷങ്ങളായി തുടരുന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയതായി മനുഷ്യാവകാശ പ്രവർത്തകൻ സുരേഷ് ചെമ്മനാടൻ അറിയിച്ചു. ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷനിലെത്തുന്ന പ്രായമായവരും അംഗപരിമിതരുമായ 100 കണക്കിന് ആളുകളാണ് ദിവസേന ദുരിതം അനുഭവിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി സിവിൽ സ്റ്റേഷനിലെ മുകൾ നിലയിലുള്ള ഓഫീസുകളിലേക്ക് പോകാൻ ഇവർക്ക് കോണിപ്പടികൾ മാത്രമാണ് ആശ്രയം. ലിഫ്റ്റ് സൗകര്യമില്ലാത്തതിനാൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഏറെ പ്രയാസപ്പെട്ടാണ് മുകളിലെ നിലകളിലേക്ക് കയറുന്നതെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. വർഷങ്ങളായി തുടരുന്ന ഈ ജനകീയ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടാണ് സുരേഷ് ചെമ്മനാടൻ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിരിക്കുന്നത്. തുടർച്ചയായ 16ാം വർഷവും പഞ്ചഗുസ്തിയിൽ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നേടി 62കാരൻ പോൾ ദാസ് കിഴക്കേപീടിക. തൃശൂരിൽ നടന്ന സംസ്ഥാന പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 70 കിലോ സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ വിഭാഗത്തിൽ വെള്ളിക്കുളങ്ങര സ്വദേശി പോൾദാസ് കിഴക്കേപീടിക ഇരട്ട സ്വർണം കരസ്ഥമാക്കിയാണ് മറ്റത്തൂരിന്റെ അഭിമാന താരമായത്. ഇടത് കൈ വലത് കൈ വിഭാഗങ്ങളിലാണ് പോൾദാസ് ചാമ്പ്യൻഷിപ്പ് നേടിയത്. തുടർച്ചയായ 16ാം തവണയാണ് പഞ്ചഗുസ്തിയിൽ പോൾദാസ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നിലനിർത്തുന്നത്. 2019 ചൈനയിൽ നടന്ന ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുള്ള പോൾദാസ് ലോകതലത്തിലെ മികച്ച 10 പഞ്ചഗുസ്തി താരങ്ങളിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 20 വയസ്സുള്ളപ്പോൾ മുതൽ പഞ്ചഗുസ്തി മത്സരങ്ങളിലും ശരീര സൗന്ദര്യ മത്സരങ്ങളിലും പങ്കെടുക്കുന്ന പോൾദാസ് പഞ്ചഗുസ്തിയിൽ പലതവണ ദേശീയ ചാമ്പ്യനായിട്ടുണ്ട്. മിസ്റ്റർ കേരളയായും മിസ്റ്റർ ഇന്ത്യയായും ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിലും ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുണ്ട്. 2024 അസമിലെ ദുലിയാജാനിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം കരസ്ഥമാക്കിയ പോൾദാസ് ആ വർഷം ഏതൻസിൽ നടന്ന ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 62ാം വയസ്സിലും കൈകരുത്തിന്റെ കാര്യത്തിൽ താൻ അജയ്യനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച
വിജയിച്ച പോൾദാസ് കിഴക്കേ പീടിക അടുത്ത മാസം ബാംഗ്ലൂരുവിൽ നടക്കാനിരിക്കുന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. തൃശൂരിൽ നടന്ന 6ാമത് BCAI സംസ്ഥാന പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ തലോർ സ്വദേശിക്ക് സുവർണ നേട്ടം. സീനിയർ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് 105 കിലോഗ്രാം വിഭാഗത്തിൽ വിമുക്ത ഭടൻ കൂടിയായ ആൻഡോ പെരിഞ്ചേരിയാണ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. തൃശൂരിൽ നടന്ന 6ാമത് BCAI സംസ്ഥാന പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ തലോർ സ്വദേശിക്ക് സുവർണ നേട്ടം. സീനിയർ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് 105 കിലോഗ്രാം വിഭാഗത്തിൽ വിമുക്ത ഭടൻ കൂടിയായ ആൻഡോ പെരിഞ്ചേരിയാണ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. സംസ്ഥാനത്തെ മികച്ച പഞ്ചഗുസ്തി താരങ്ങൾ മാറ്റുരച്ച 6ാമത് BCAI ചാമ്പ്യൻഷിപ്പിലാണ് തലോർ സ്വദേശി ആൻഡോ പെരിഞ്ചേരി സ്വർണ്ണ മെഡൽ കൊയ്തത്. കടുത്ത പോരാട്ടം നടന്ന സീനിയർ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് 105 കിലോഗ്രാം വിഭാഗത്തിലാണ് ആൻഡോ 1ാം സ്ഥാനം സ്വന്തമാക്കിയത്. രാജ്യസേവനത്തിന് ശേഷം കായികരംഗത്ത് സജീവമായ ഈ വിമുക്ത ഭടന്റെ നേട്ടം യുവതലമുറയ്ക്ക് വലിയൊരു പ്രചോദനമാണ്. പ്രായം വെറുമൊരു അക്കം മാത്രമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ചാമ്പ്യൻഷിപ്പിലുടനീളം കണ്ട അദ്ദേഹത്തിന്റെ പ്രകടനം. കഠിനമായ പരിശീലനത്തിലൂടെയും അച്ചടക്കത്തിലൂടെയുമാണ് ആൻഡോ പെരിഞ്ചേരി ഈ നേട്ടത്തിലേക്ക് എത്തിയത്. കേരള പാണൻ സമാജം കൊടകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സമാജത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കേരള പാണൻ സമാജം കൊടകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സമാജത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ പ്രകാശൻ ഇഞ്ചുകൊണ്ട് പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PR രാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ, സംസ്ഥാന പ്രസിഡന്റ് KE കുട്ടൻ, യൂണിറ്റ് സെക്രട്ടറി KV ഹരിദാസ്, ട്രഷറർ ജഗതി, ചേർപ്പ് യൂണിറ്റ് സെക്രട്ടറി സുനിൽ, കൊടകര യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PT ബാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കല്യാണം കഴിക്കാത്ത ഒരു കുട്ടി മാത്രം ഒരാൾ മാത്രം ഒപ്പം നിൽക്കുമ്പോൾ അമ്മയ്ക്ക് സോഡിയം കുറയാ, ഫോസ്ഫറസ് കുറയാന്നുള്ളതിൽ നമ്മൾ പണ്ട് കാലത്ത് ചിന്തന്ന് വരാന്ന് പറയും. അപ്പോഴും അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബാലവേദി പുതുക്കാട് മണ്ഡലം കലോത്സവം കലാവൈബ് എന്ന പേരിൽ ബുധനാഴ്ച രാവിലെ 9:30 മുതൽ അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. KK വത്സരാജ് MLA ഉദ്ഘാടനം നിർവഹിക്കും. ഇനി കാണാം ഇൻഫോടോക്ക്. ശാരീരിക മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് മഗ്നീഷ്യം ആവശ്യമാണ്. രാത്രിയിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടുന്നവർ മഗ്നീഷ്യം അടങ്ങിയ ഈ ഭക്ഷണങ്ങൾ കഴിക്കൂ. ഇത് നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കും. മത്തൻ വിത്തിൽ മഗ്നീഷ്യം, സിങ്ക്, ട്രിപ്റ്റോഫാൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് സെറോട്ടോണിൻ, മെലാറ്റോണിൻ എന്നിവയുടെ ഉത്പാദനം കൂട്ടാനും നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കുന്നു. ചീര പോലുള്ള ഇലക്കറികളിൽ ധാരാളം മഗ്നീഷ്യവും ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ഇത് കുടലിന്റെ ആരോഗ്യം, മാനസികാരോഗ്യം എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അതിലൂടെ നല്ല ഉറക്കവും ലഭിക്കുന്നു. ഡാർക്ക് ചോക്ലേറ്റിൽ ധാരാളം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ബദാമിൽ ധാരാളം മഗ്നീഷ്യവും ആരോഗ്യകരമായ കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട്. ഇത് ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കുകയും ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന കോർട്ടിസോളിനെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. വാഴപ്പഴത്തിൽ ധാരാളം മഗ്നീഷ്യവും പൊട്ടാസ്യവും വിറ്റാമിൻ B6 അടങ്ങിയിട്ടുണ്ട്. ഇത് സ്ലീപ്പ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുകയും നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചെങ്ങാലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ LP-ST തസ്തികയിൽ ഒഴിവുണ്ട്. അഭിമുഖം 29 ഉച്ചയ്ക്ക് 1:30 സ്കൂൾ ഓഫീസിൽ. ഫോൺ 9540094757. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ 2026-27 വാർഷിക പദ്ധതി കുടുംബ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കായി അപേക്ഷ ക്ഷണിച്ചു. ഗുണഭോക്താക്കൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 048027511372 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,565 രൂപയും പവന് 1,16,520 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും.
സംസ്ഥാനത്തെ +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 77.97. വാണിയമ്പാറയിൽ ആംബുലൻസിൽ MDMA കടത്താൻ ശ്രമം, 2 പേർ പോലീസ് പിടിയിൽ. പുതുക്കാട് മണ്ഡലം മഴക്കാല മുന്നൊരുക്ക അവലോകന യോഗം നടത്തി. അപകട സാധ്യതകൾ ഒഴിവാക്കാൻ നിർദ്ദേശം. നന്ദിക്കര സെന്റ് മേരീസ് പള്ളിയിൽ നവദേവാലയ കൂദാശയും പ്രതിഷ്ഠയും നടത്തി. കൊടകര മർച്ചന്റ്സ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. മഴക്കാലത്തിന് മുന്നോടിയായി ശുചീകരണ പ്രവർത്തനങ്ങളുമായി വരന്തരപ്പള്ളി പഞ്ചായത്ത് 20-ാം വാർഡ്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.